എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടില് എല്ലാ മേഖലയിലും വ്യാജന്മാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ആരോഗ്യരംഗത്തും വ്യാജന്മാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്ന ഒരു ആരോഗ്യ മേഖലയാണ് അക്യുപഞ്ചർ മേഖല. അക്യുപഞ്ചർ ചികിത്സയിൽ മരുന്ന് കഴിക്കാൻ അനുവദിക്കുന്നില്ല, ലാബ് ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കുന്നില്ല. ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഇവരെല്ലാവരും വ്യാജന്മാരാണ്. ഇവരെല്ലാവരും തെറ്റായ ചികിത്സാ സമീപനമാണ് സ്വീകരിക്കുന്നത്. രോഗികളുടെ ആരോഗ്യം വെച്ച് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. രോഗികൾക്ക് ഇത് അപകടമാണ്. ഇത്തരത്തിൽ ധാരാളം വ്യാജ പ്രചരണങ്ങൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. വീഡിയോകളിലൂടെയും വോയിസിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അക്യുപഞ്ചർ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. മരുന്നില്ലാത്തൊരു ചികിത്സയിൽ ഒരു യഥാർത്ഥ അക്യുപഞ്ചർ ചികിത്സകൻ നിർദ്ദേശിക്കും, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നീഡിൽ ഉപയോഗിച്ചുകൊണ്ടോ ടച്ച് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ എനർജിയെ ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് ബാഹ്യമായ ഒരു ഇടപെടൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ കൃത്യമായിട്ട് എല്ലാ ചികിത്സകർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ചികിത്സകരെന്ന് ഞാൻ പറയുന്നത് യഥാർത്ഥ അക്യുപഞ്ചർ ചികിത്സകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ചികിത്സകരൊന്നും തന്നെ ഒരു രോഗിയെ കൊണ്ടും ഒരു യഥാർത്ഥ ചികിത്സകൻ കഴിപ്പിക്കില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, അത് ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന അപകടങ്ങൾ, ഇതെല്ലാം ഒരു നല്ല ചികിത്സകൻ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ വ്യാജ ചികിത്സകര് മരുന്നിനെ എതിർക്കുന്നില്ല. മരുന്ന് കഴിച്ചോളൂ, അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നിർത്തിയാൽ മതി. അക്യുപഞ്ചർ നമുക്ക് ട്രീറ്റ്മെന്റ് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാം. അപ്പൊ രോഗി മരണം വരെയും മരുന്നും കഴിക്കണം, അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഒരു യഥാർത്ഥ ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരുന്ന് നിർദ്ദേശിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം ഉണ്ട്. സ്വയം സുഖപ്പെടുത്തുന്ന ഒരു സംവിധാനം. ഈ സംവിധാനത്തെ പറ്റി വളരെ കൃത്യമായി നമ്മൾ അക്യുപഞ്ചറിൽ പഠിപ്പിക്കുന്നുണ്ട്, അതിന് പരിശീലനം നൽകുന്നുണ്ട്, അതിന് റിസർച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം എന്താണെന്ന് ഈ പറയപ്പെടുന്ന വ്യാജ ചികിത്സകർക്ക്, അല്ലെങ്കിൽ മരുന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന, മരുന്ന് കഴിച്ചോളാൻ അനുവാദം കൊടുക്കുന്ന അക്യുപഞ്ചറിസ്റ്റുകൾക്ക് അത്തരം അറിവുകൾ ഒരുപക്ഷെ അവർ പഠിച്ചിട്ടുണ്ടാവില്ല, അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ പറയപ്പെടുന്ന വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മരുന്ന് നിർത്തുന്ന, വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ച വ്യക്തികളായിരിക്കും ഒരുപക്ഷെ അക്യുപഞ്ചറിലേക്ക് വരുന്നത്. അത്തരം ആളുകൾ മരുന്ന് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മരുന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രഗ്സ് ആണ്, അതൊരു അഡിക്ഷനാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തി കഴിഞ്ഞാൽ ശരീരം പ്രതികരിക്കും. ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കും പ്രതികരണം, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഇത്തരം സിറ്റുവേഷനെ ഒരു യഥാർത്ഥ ചികിത്സകന് കൃത്യമായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കുമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും വളരെ കൃത്യമായി നിർദ്ദേശം കൊടുക്കാൻ ഒരു യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റിന് സാധിക്കുന്നുണ്ട്. എന്നാൽ വ്യാജ ചികിത്സകരെ സംബന്ധിച്ചിടത്തോളം മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ്, ഇതിനെ മാനേജ് ചെയ്യാൻ പലപ്പോഴും അവർക്ക് കഴിയാറില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയാത്തത് അവരത് പഠിച്ചിട്ടില്ല, അവരത് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ആളുകളൊക്കെയാണ് ഈ സമൂഹത്തിൽ അക്യുപഞ്ചർ മേഖലയ്ക്ക് മോശമായ അഭിപ്രായം സൃഷ്ടിക്കുന്നത്. ഇതൊരു തെറ്റായ ചികിത്സയാണ്, അല്ലെങ്കിൽ ഇതൊരു വ്യാജ ചികിത്സയാണെന്നുള്ള പ്രചാരണം കൊണ്ടുവരുന്നത്. ഈ പറയപ്പെടുന്ന മരുന്നിനെ സപ്പോർട്ട് ചെയ്യുന്നവരും മരുന്ന് നിർത്തിയാലുള്ള ശരീരത്തിന്റെ ശാരീരികമായും മാനസികമായും ആ രോഗിക്ക്, ആ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ അതിൽ നിന്ന് മുക്തി നേടാനുള്ള ചികിത്സ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ്, പ്രാപ്തരല്ലാത്ത ആളുകളാണ് ഈ മേഖലയിൽ വ്യാജ ചികിത്സരായിട്ടുള്ളത്. അത്തരം ആളുകളുടെ അടുത്ത് ചികിത്സ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ മരണം വരെയും മരുന്ന് നിർത്താൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അക്യുപഞ്ചർ ചികിത്സയും സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം തൊട്ടടുത്തുള്ള അക്യുപഞ്ചർ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് ഇനി മുതൽ അങ്ങോട്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ.